തിരുവനന്തപുരം കേശവദാസപുരത്ത് ഓൺലൈൻ ഫുഡ് ഡെലിവറി ബോയ്ക്ക് ക്രൂരമർദ്ദനം. വാഹനം കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നായിരുന്നു സംഭവം. കാറിലെത്തിയ ആളും ഹോട്ടലിലെ സെക്യൂരിറ്റി ജീവനക്കാരും യുവാവിനെ മർദ്ദിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കേശവദാസപുരത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണവുമായി പുറത്തേക്ക് പോവുകയായിരുന്നു ഓൺലൈൻ ഡെലിവറി ബോയ്. ഈ സമയം കാറും മറ്റിരുചക്രവാഹനങ്ങളും ഹോട്ടൽ പരിസരത്തേക്കെത്തി. സെക്യൂരിറ്റി ജീവനക്കാർ നിർദ്ദേശിച്ചത് പ്രകാരം ഡെലിവറി ബോയ് ബൈക്ക് നിർത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ബൈക്കുകൾ കടന്നുപോയതിനു പിന്നാലെ കാർ പാർക്ക് ചെയ്യുമെന്ന തോന്നലിൽ ഡെലിവറി ബോയ് വാഹനം മുന്നോട്ടെടുക്കുന്നു. എന്നാൽ വാഹനങ്ങൾ രണ്ടും നിശ്ചലമായതോടെ തർക്കമായി. കാർ ഓടിച്ചിരുന്നയാൾ യുവാവിനെ മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് തർക്കം രൂക്ഷമായതോടെ സെക്യൂരിറ്റി ജീവനക്കാരും ഡെലിവറി ബോയിയെ മർദ്ദിക്കുകയായിരുന്നു. സംഭവത്തിൽ ഇതുവരെ ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ലെന്നാണ് വിവരം. ന്യൂസ് 18 തിരുവനന്തപുരം. പത്തനംതിട്ട അടൂരിൽ യുവതിയെയും മകനെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. ഏഴംകുളം പൂഴിക്കാടുപടി സ്വദേശി രതീഷിനെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുപ്പിയിൽ പെട്രോളുമായി എത്തിയ പ്രതി രാത്രിയിൽ വീട്ടിൽ കയറിയാണ് യുവതിയെയും മകനെയും ആക്രമിച്ചത്. മുമ്പ് സുഹൃത്തായിരുന്ന രതീഷിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിലായിരുന്നു ആക്രമണം. രാത്രി 8-നാണ് അടൂർ വയല സ്വദേശിനിയെയും മകനെയും പ്രതി രതീഷ് വീട്ടിൽ അതിക്രമിച്ചു കയറി മർദ്ദിക്കുകയും കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഇരുവരുടെയും ദേഹത്തൊഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. രതീഷും യുവതിയും മുമ്പ് സുഹൃത്തുക്കളായിരുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ വർഷം യുവതിയെ ഉപദ്രവിച്ചെന്ന പരാതിയിൽ രതീഷിനെതിരെ പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. ഇതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം. കഴിഞ്ഞ ഫെബ്രുവരി 23 രാത്രി അടൂർ പറക്കോട് 110 kV വൈദ്യുതി ലൈനിന്റെ ടവറിൽ കയറി രതീഷ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. ഈ യുവതിയെ കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആത്മഹത്യാ ഭീഷണി. രതീഷിന്റെ ഭാര്യയും ബന്ധുക്കളും ആവശ്യപ്പെട്ടിട്ടും താഴെയിറങ്ങാൻ ഇയാൾ കൂട്ടാക്കിയിരുന്നില്ല. മണിക്കൂറുകൾക്കൊടുവിൽ യുവതിയെ സ്ഥലത്തെത്തിച്ച് അനുനയിപ്പിച്ചാണ് അന്ന് രതീഷിനെ പോലീസ് താഴെയിറക്കിയത്. ന്യൂസ് 18 പത്തനംതിട്ട.